രാവിലെ തന്നെ ഗൊജക് ആപ്പിൽ ബുക്ക് ചെയ്ത കാറിൽ തനാലോട്ട് ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ബാലി യാത്രയെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ മുൻപ് ചെയ്ത ഈ വീഡിയോ സഹായകമാവും. തനാലോട്ട് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. തനാലോട്ട് ക്ഷേത്രം വളരെ ചിന്തിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പാർക്കിംഗ് ഏരിയയും പാതയോരത്തെ കടകളും കടന്ന് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പ്ലാൻ ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘവീക്ഷണത്തിൻ്റെ പ്രതിഫലനം ഇങ്ങും ദൃശ്യമാകുന്നു. ഇവിടെ പല ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ട്. എന്നാൽ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ക്ഷേത്രമാണ് തനാലോട്ട്. ഈ ക്ഷേത്രം ഒരു മാന്ത്രിക ലോകത്തെ നിർമ്മിതിയെ ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്രം സന്ദർശിച്ച ശേഷം ഞാൻ ബൃഹത്തായ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലൂടെ നടന്നു. അതിനുശേഷം ഗുഹയ്ക്കുള്ളിലൂടെ പ്രവേശിക്കുന്ന പെഡങ് പെഡങ് ബീച്ചിലേക്ക്. വളരെ തിരക്കേറിയ ഈ ബീച്ചിൽ സവിശേഷമായി ഒന്നും തന്നെയില്ല. അതിനാൽ ഞാൻ ഇവിടെ നിന്നും ഉലുവാട്ടു ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഉലുവാട്ടു ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. സരുങ് എന്ന വസ്ത്രം ധരിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തേക്കാൾ ഉപരി ഇവിടുത്തെ മനോഹരമായ സൂര്യാസ്തമയം കാണുകയാണ് എൻ്റെ ഉദ്ദേശം. പ്രവേശന ടിക്കറ്റ് എടുത്തു എങ്കിലും പ്രശസ്തമായ കെകാക് നൃത്തത്തിനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തില്ല. അതിന് വേറെ 500 രൂപ കൊടുക്കണം. വിശാലമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇത്.
ദൂരെ ആ കാണുന്നതാണ് കെക്കാക് നൃത്തം അരങ്ങേറുന്ന വേദി. അലിയിലെ രാമായണ കഥയെ ആസ്പദമാക്കി അരങ്ങേറുന്ന ഒരു കലാരൂപമാണിത്. സൂര്യാസ്തമയം കാണുന്നതിനു വേണ്ടി ഞാൻ ഇവിടെ നിലയുറപ്പിച്ചു.